പലതരം ചേരുവകൾ. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു പഞ്ചാബി സമൂസയാട്ടോ. പൊട്ടറ്റോ സമൂസ എന്നും പറയാം. പൊട്ടറ്റോയുടെ ഫില്ലിംഗ് ആണ് ഇതിൽ വരുന്നത്. അവരുടെ രീതിയിലല്ല, നമ്മുടെ കേരളത്തിലെ ഒരു രീതിയിലാണ് ഞാൻ ഇതിന്റെ ഫില്ലിംഗ് റെഡിയാക്കിയിട്ടുള്ളത്. പുറത്ത് നല്ല ക്രിസ്പി ലൈറ്റ് ആയിട്ടുള്ള കോട്ടിങ്ങും അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോയുടെ ഫില്ലിങ്ങും. ഇതിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. സമൂസ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെക്കാം. മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാനായിട്ട് വെക്കാം. പൊട്ടറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് മൈദപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. ഒരു കപ്പ് നന്നായിട്ട് നിറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു 13 സമൂസയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിൽ നടിയിലായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗീയിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതാട്ടോ. ഇനി പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിന്റെ അകത്ത് വെക്കണ ഫില്ലിങ്ങിലൊക്കെ നമ്മൾ ഉപ്പിടുന്നതാണ്. അപ്പൊ ഉപ്പ് കൂടിപ്പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ് പോകും. ഡോ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇളം ചൂടുള്ള വെള്ളമാട്ടോ വേണ്ടത്. ഒരുപാട് ചൂടാവരുത്. വെള്ളത്തിന്റെ തണുപ്പൊന്ന് പോയാൽ മതി. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള ഒരു ഡോ തയ്യാറാക്കണം. മൈദയിലേക്ക് പെട്ടെന്ന് വെള്ളം അധികമാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയുള്ള ഡോയാണ് നമുക്ക് വേണ്ടത്. ലൂസായി പോവരുത്. സമൂസ ഷീറ്റിന്റെ നല്ലൊരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഓയിൽ അധികം ചേർക്കുന്നത്. 1 കപ്പ് പൊടിക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ സമൂസ ഷീറ്റിന്റെ ക്രിസ്പിനെസ്സും ലൈറ്റ്നെസ്സും ഒന്നും കിട്ടില്ല. സമൂസയുടെ ഷീറ്റ് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഭൂരി ചപ്പാത്തി ഒക്കെ പോലെ അങ്ങ് ആയിപ്പോവും. അതുകൊണ്ട് ഓയിൽ അത്യാവശ്യത്തിന് ഒഴിക്കാം. അത്യാവശ്യം കട്ടിയുള്ള ഒരു ഡോ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബൗൾസ് ആക്കി എടുക്കണം കേട്ടോ. ഒരു ബൗളും കൊണ്ട് നമുക്ക് 2 സമൂസ ഷീറ്റ് റെഡിയാക്കാം. അങ്ങനെ ഞാനിവിടെ ഇപ്പൊ 7 ബോൾ റെഡിയാക്കിയിട്ടുണ്ട്. 14 സമൂസ നമുക്ക് ഇവിടെ കിട്ടും. 30 മിനിറ്റ് ഇനി അതോടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഡോ തയ്യാറാക്കുന്നതിന്റെ ഇടയിൽ പൊട്ടറ്റോ ഇവിടെ വെന്തിരിപ്പുണ്ട് കേട്ടോ. ഞാനത് കുക്കറിൽ നിന്നൊന്ന് മാറ്റി വെക്കാണ്. ചൂടാറിയ ശേഷം നമുക്ക് തൊണ്ട് കളഞ്ഞെടുക്കണം. പൊട്ടറ്റോ മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട വെജിറ്റബിൾസ്: ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചതച്ചത് വേണ്ടി വരും. ഓരോന്നും ഓരോ ടീസ്പൂൺ ആട്ടോ. 3 പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേറെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. സ്നാക്സിനൊക്കെ ഒരുപാട് അങ്ങ് എരിവായി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. ഞാൻ എടുത്തേക്കുന്ന എരിവ് കറക്റ്റ് ആട്ടോ. കൂടുതലും ഇല്ല, എന്ന പാകത്തിന് ഉണ്ടാനും. ഇനി പൊട്ടറ്റോ ഒന്ന് തൊണ്ടറിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. ഇനി പുതിയതായിട്ട് ആരെങ്കിലും ചാനലിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാലോ. പൊട്ടറ്റോ അവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ടെടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയിലൊക്കെ ഉള്ള ജീരകമാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ടെടുക്കാം കേട്ടോ. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാനും കൂടി ഇട്ടെടുക്കാം. നമ്മൾ പൊട്ടറ്റോ മുഴുവനായിട്ട് വെച്ചാണ് വേവിച്ചത്. അപ്പൊ അതിൽ ഉപ്പ് പൊട്ടറ്റോയ്ക്ക് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് മസാലക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടെടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടെടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ച സ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് പോയ ശേഷം നമ്മൾ ഉടച്ചു വെച്ച പൊട്ടറ്റോ അതിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടറ്റോയുടെ എല്ലാ സ്ഥലത്തേക്കും മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. 1/4 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആണ് ഇത് ഇച്ചിരി ഒഴിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിക്കണ്ട കേട്ടോ, നിർബന്ധമില്ല. ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതോടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷീറ്റ് ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോള് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വട്ടത്തിലല്ല നമുക്ക് പരത്തേണ്ടത്, നീളത്തിൽ പരത്തിയെടുക്കാം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഓവൽ ഷേപ്പ് നീളത്തിൽ പരത്തിയെടുക്കുക. അത്യാവശ്യം കനം കുറച്ച് പരത്തിയെടുക്കുക. എന്നാൽ തീരെ നൈസ് ആവണ്ട കേട്ടോ. ഇനി ഇത് രണ്ടായിട്ടൊന്ന് മുറിക്കാം. ഒപ്പം പതിയായിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ മതി. ഇതേപോലെ എല്ലാ ഷീറ്റും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതേ രീതിയിൽ കംപ്ലീറ്റ് ഷീറ്റ് ഞാനിവിടെ പരത്തി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഷീറ്റിൽ ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് ആ മുറിച്ച ഭാഗത്തേക്ക് ഒട്ടിച്ചെടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ മുറിച്ച ഭാഗത്തേക്ക് വെള്ളം ചേർത്ത് ഒട്ടിച്ചെടുക്കുക.
ആ സൈഡ് ഒട്ടിച്ച ശേഷം നമ്മൾ ഫില്ലിങ് അതിലാക്കിയിട്ട് ഇപ്പുറത്തെ സൈഡും രണ്ട് സൈഡും കൂടി കൂട്ടി അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി. വീഡിയോയിൽ ചെയ്തിരിക്കണം എന്ന് 2-3 പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, അറിയാൻ പാടില്ലാത്തവർക്ക്. ഈ സമൂസ ഫില്ല് ചെയ്യാൻ വളരെ എളുപ്പമാട്ടോ. മറ്റേ സമൂസയുടെ ഷീറ്റ് ഇതാക്കണ അതിൽ അത്ര പണിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. 1-2 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഇതേ രീതിയിൽ കംപ്ലീറ്റ് സമൂസ ഞാനിവിടെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ സമൂസ റെഡിയായി. ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. ചൂടായ ശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള സമൂസകൾ അതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം. സമൂസ ഇട്ടെടുത്ത് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കോരിയെടുക്കാം. നന്നായിട്ട് പൊളിച്ചിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉള്ള ഫില്ലിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ രീതിയിൽ ഞാൻ ബാക്കിയുള്ള കംപ്ലീറ്റ് സമൂസയും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒന്നുകൂടി. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.